കളക്ട്രേറ്റിൽ അയിത്താചരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 2025 അയിത്താചരണം നടക്കുന്നു എന്ന പരാതിയിൽ ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ജീവനക്കാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. വകുപ്പ് തല അന്വേഷണം കൂടാതെയാണ് സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ. ശരണ്യ, അത്രയാണ് ആദ്യം തുടക്കത്തിൽ പറയാനുള്ളത്. 2025 നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് ഒരു സുഹൃത്തിന് വേണ്ടി മറ്റൊരു സുഹൃത്ത് ഒരു വഴിപാട് കഴിച്ചതിനെ ചോദ്യം ചെയ്യുന്ന മനുഷ്യന്മാരെ കുറിച്ചാണ്. ഇപ്പോൾ ഇതാ അടുത്തത് ഈ കാലത്ത് കളക്ട്രേറ്റിൽ രഞ്ജിത്ത് എന്നൊരു യുവാവ് പരാതി നൽകുകയാണ്, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അയിത്തം ഒക്കെ നിലനിൽക്കുന്നുവെന്ന്. എന്താണ് ഈ പരാതിയുടെ പശ്ചാത്തലം? ഇപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഇതിൽ അന്വേഷണം നടക്കുന്നത്? കഴിഞ്ഞ കുറച്ച് നാളുകളായി ആലപ്പുഴ കളക്ട്രേറ്റുമായി ബന്ധപ്പെട്ട ഈ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഒപ്പം തന്നെ SST കമ്മീഷന്റെ ഓഫീസിലുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴ കളക്ട്രേറ്റിൽ ഓഫീസ് അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന രഞ്ജിത്ത് നൽകിയ പരാതിയാണ്. അദ്ദേഹം നൽകിയിരിക്കുന്ന പരാതിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പട്ടികജാതി വിഭാഗക്കാരനായ തന്നോട് ഓഫീസിൽ ജോലി ചെയ്യുന്നതിന് പ്രത്യേകം രജിസ്റ്റർ താനും ഇവരെ ചൗക്കിദാറായാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. താനും കൂടെ ജോലി ചെയ്യുന്ന അതേ വിഭാഗത്തിൽ നിന്നുള്ള മറ്റൊരു ജീവനക്കാരനോടും ഒരുമിച്ച്, അതായത് മറ്റ് ജീവനക്കാരി ഇവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റ് ജീവനക്കാരോടൊപ്പം ഒപ്പ് രേഖപ്പെടുത്തേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ഉദ്യോഗസ്ഥർ മാറി എന്നുള്ളതാണ്. ഹുസൂർ ശിരസ്ദാറാണ് ഇത്തരത്തിലൊരു വിവേചനപരമായ നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല ഈ 2025 ജനുവരി മുതൽ മറ്റ് ജീവനക്കാരോടൊപ്പം ഒപ്പിട്ടിരുന്ന ഇവർക്കായി പാർട്ട് ടൈം സ്വീപ്പർമാരുടെ ഒപ്പ് രേഖപ്പെടുത്തിയാൽ മതി എന്നുള്ള രീതിയിൽ ഒരു രജിസ്റ്റർ തയ്യാറാക്കുന്നു. ഇതിൽ പ്രതിഷേധം അറിയിച്ചതോടുകൂടി ഇവർക്ക് രണ്ടുപേർക്കുമായി പ്രത്യേകം ഒരു രജിസ്റ്റർ ആലപ്പുഴ കളക്ട്രേറ്റിൽ തയ്യാറാക്കി എന്നുള്ളതാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഈ രജിസ്റ്റർ സഹിതം ചൂണ്ടിക്കാട്ടിയാണ് ഇവരുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നത്. ഈ സംഭവത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത് അന്വേഷിക്കാനായി നിർദ്ദേശം നൽകുന്നു. അത്തരത്തിലൊരു നിർദ്ദേശം ആലപ്പുഴ കളക്ട്രേറ്റിൽ വന്ന ശേഷം വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് ഒരു എൻക്വയറി നടത്താനായി അതിൽ തയ്യാറായത് എന്നുള്ളതാണ് പരാതിക്കാർ വ്യക്തമാക്കുന്നത്. തുടർന്ന് ഈ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ഡെപ്യൂട്ടി കളക്ടർ ലാൻഡ് അക്വിസിഷൻ വിഭാഗത്തിലെ ഡെപ്യൂട്ടി കളക്ടറാണ് ഇപ്പോൾ ഈ വിഷയം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ SST കമ്മീഷൻ തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ട് ഫെബ്രുവരി 13 റിപ്പോർട്ട് ആവശ്യപ്പെട്ട് 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അതിൽ പൂർണ്ണമായ റിപ്പോർട്ട് നൽകിയില്ല. മറിച്ച് ഈ ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ ഇത് അന്വേഷിക്കാൻ തുടങ്ങി എന്നുള്ള ഒരു ഇടക്കാല റിപ്പോർട്ട് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതും 30 ദിവസത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് കളക്ട്രേറ്റിൽ നിന്ന് പോയത് എന്നതും ശ്രദ്ധേയമാണ്. ഈ സംഭവങ്ങൾ, ഈ പരാതി ഒക്കെ നിലനിൽക്കുന്നതിനിടയിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. FIR പ്രകാരം വ്യക്തമാക്കുന്നത് ജാതീയമായി ഈ പ്രീത പ്രതാപൻ എന്ന് പറയുന്ന ഹുസൂർ ശിരസ്ദാർ അധിക്ഷേപിച്ചു എന്നുള്ള കാര്യമാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്നത്, കുടുംബവും പറയുന്നത്. മാത്രമല്ല ഈ പരാതിയുമായി മുന്നോട്ട് പോയിരിക്കുന്ന ആൾ സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം BSc B.Ed ബിരുദധാരിയുമാണ്. കളക്ടറേറ്റ് വളരെ സജീവമായി മുൻകാല കളക്ടർമാരിരുന്ന ഘട്ടത്തിൽ അവിടെ വളരെ സജീവമായി സ്റ്റാഫ് കൗൺസിലിന്റെ സെക്രട്ടറിയായി ഒക്കെ പ്രവർത്തിക്കുകയും ഒപ്പം റവന്യൂ കലോത്സവങ്ങളടക്കം സംസ്ഥാന തലത്തിൽ ജീവനക്കാരുടെ കലോത്സവങ്ങളിൽ സംസ്ഥാന തലത്തിൽ സമ്മാനം നേടിയ ആളുമൊക്കെയാണ്. അത്തരത്തിൽ സ്വീകരണം ഉൾപ്പെടെ നൽകിയ 3 തവണ ഗുഡ് സർവീസ് എൻട്രി ലഭിച്ച ഒരു ഉദ്യോഗസ്ഥനുമാണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവേചനം നേരിടുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതായത് എത്ര മികവുണ്ടെങ്കിലും ഇങ്ങനെയുള്ളവർ എന്തിൻ്റെ പേരിലായിരിക്കും ആളുകളെ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ എന്തു പറഞ്ഞായിരിക്കും അധിക്ഷേപിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്.